പേര് ജിഷ മാത്യു. ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ 10 വർഷമായിട്ട് നഴ്സിംഗ് ഫീൽഡിൽ തന്നെയാണ്. എനിക്ക് നല്ലൊരു ആഗ്രഹമായിരുന്നു OET പാസ്സായി ഹസ്ബൻഡിനോടും കുടുംബത്തോടും കൂടെ ഒരുമിച്ച് വിദേശത്തേക്ക് പോകണമെന്ന്. ഞാൻ സൗദിയിലായിരുന്നു, എന്നാലും കുടുംബത്തോട് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ലഭിക്കുന്നില്ലായിരുന്നു. പക്ഷേ എനിക്ക് OET പാസ്സാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ മലയാളം മീഡിയത്തിലായിരുന്നുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് എങ്ങനെ ഞാൻ അതിനെ ഫേസ് ചെയ്യണമെന്ന് ഭയങ്കര പാടായിരുന്നു. പിന്നെ എൻ്റെ OET 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പാസ്സാവുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ വിശുദ്ധ ഉപ്പ്, വിശുദ്ധ തൈലമൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ എക്സാമിന് കയറിയത്. വിശുദ്ധ ഉപ്പ് നിങ്ങൾക്കൊക്കെ അറിയാം, എക്സാം ഹാളിൽ നമുക്ക് ഉപ്പൊന്നും കയറ്റാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ പഴയ പാസ്പോർട്ടിനകത്ത് വെച്ചിട്ട് ഞാൻ അകത്ത് കയറിയത്. എൻ്റെ കയ്യിൽ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു കുട്ടി ചോദിച്ചു, ഇതെന്ത് മന്ത്രമാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് മാതാവിൻ്റെ അനുഗ്രഹമുള്ള ഉപ്പ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ എക്സാമും എഴുതി, ഓരോ മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്ത് വരുവാണ്. ടഫായിരുന്ന എക്സാം. OET റൈറ്റിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ആൻസറൊക്കെ എഴുതി ഞാൻ, പക്ഷേ എനിക്കത് ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു തരി ഉപ്പുണ്ടായിരുന്നു. അത് ഞാൻ വെച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കറിയത്തില്ല, ഞാൻ നിന്നെ ഏൽപ്പിക്കുവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് ഒക്ടോബർ 16 ആയപ്പോഴത്തേക്ക് എനിക്ക് റിസൾട്ട് വന്നു. എനിക്ക് അയർലൻഡ് സ്കോറോടുകൂടി എനിക്ക് പാസ്സാവാൻ എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിനൊരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു. രണ്ടാമതായിട്ട് എൻ്റെ അമ്മ ഡയബറ്റിക്കാണ്. അമ്മയ്ക്ക് സ്ക്ലീറോഡെർമ എന്ന് പറഞ്ഞൊരു അസുഖം പിടിപെട്ടു. അതുമൂലം കാലിൻ്റെയും കഴുത്തിന് പുറകിലുമൊക്കെ ഭയങ്കര ഒരു മുറിവും പഴുപ്പും ഒക്കെ അങ്ങനെയായി ഭയങ്കര ബുദ്ധിമുട്ട്. അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും അമ്മ മാറ്റി തന്നു. ഇപ്പോൾ അമ്മയ്ക്ക് സ്ക്ലീറോഡെർമയുടേതായിട്ടുള്ള ഒരു അസുഖവും ഇല്ല. മുന്നോട്ട് എൻ്റെ അമ്മയെ കാത്തോളൂ എന്ന് എനിക്ക് നല്ലൊരു ഉറപ്പും വിശ്വാസവും ഉണ്ട്. പിന്നെ എൻ്റെ നെഞ്ചിൻ്റെ ലെഫ്റ്റ് നെഞ്ചിൻ്റെ ഒരു തടിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴത്തെ കാലത്ത് ക്യാൻസർ അങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന രോഗങ്ങളാണുള്ളത്. അപ്പം ഞാൻ അതൊത്തിരി ഭയപ്പെട്ടു. ഞാനപ്പം ഈ തൈലം തടവി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിനും ഒരു വിടുതൽ എൻ്റെ അമ്മ എനിക്ക് തന്നു. പിന്നെ എൻ്റെ മൂത്ത മകന് സ്കൂളിൽ പോകാൻ പറ്റത്തേ ഇല്ല. ചുമ കാരണം അലർജിക് കഫുമാ ഭയങ്കരമായിട്ട് നമ്മൾ വിഷമിക്കും. 1 വർഷത്തോളം അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിനും ഒരു വിടുതൽ കിട്ടി. പിന്നെ ഞാനിപ്പം സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറയും, മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടു, മാതാവിനെ കണ്ടു. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു, എൻ്റെ മാതാവേ ഞാൻ ഉടമ്പടി എടുക്കുന്നത് കറക്റ്റാണെങ്കിൽ നീ എന്നെ ഒന്ന് കാണിച്ചു തരണേ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ റൂമിൻ്റെ ഭിത്തിയിൽ തെളിഞ്ഞു വന്ന് നിൽപ്പുണ്ട്. അതെനിക്കിപ്പോഴും അവിടെ തന്നെ ഉണ്ട്, മായാതെ തന്നെ നിൽപ്പുണ്ട്. മുന്നോട്ടും എൻ്റെ അമ്മ എൻ്റെ കൂടെ കാണുമെന്ന് എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. ഇതൊക്കെ എനിക്ക് തന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികളെ കാണും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഉടമ്പടിത്തൈലമൊക്കെ ഉപയോഗിക്കും. ഒരു ചേച്ചിയെ ഇടയ്ക്ക് കാണാനിടയായി. ചേച്ചിയുടെ കയ്യിൽ ഒരു മുഴ പോലെ. അപ്പം ഞാൻ ഈ ഉടമ്പടിത്തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ചേച്ചിയെ കാണാനിടയായപ്പോൾ ചേച്ചി പറഞ്ഞു അത് മാറിയെന്ന് പറഞ്ഞു. അപ്പം വിശുദ്ധ തൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ മണ്ണിൽ ചവിട്ടിയാൽ എല്ലാവർക്കും അനുഗ്രഹമാണ്. മാതാവ് ആരെയും നിരാശപ്പെടുത്തത്തില്ല.